മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മയിൽ കനത്ത ആഭ്യന്തര കലഹവും കൂട്ടരാജിയും. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ സംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും അടങ്ങുന്ന മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഒന്നിച്ച് രാജിവെച്ചൊഴിഞ്ഞു. ജനറൽ ബോഡി യോഗത്തിൽ തങ്ങൾക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ കൂട്ടരാജി. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഭരണസമിതിയെ പുകച്ചു പുറത്താക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ അരങ്ങേറിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പതിവ് രീതികളിൽ നിന്ന് കടുത്ത വാദപ്രതിവാദങ്ങൾക്കും ബഹളത്തിനുമാണ് യോഗം സാക്ഷ്യം വഹിച്ചത്. ഭരണസമിതിയുടെ വാർഷിക റിപ്പോർട്ടുകളും കണക്കുകളും അവതരിപ്പിക്കാൻ പ്രതിപക്ഷ വിഭാഗം സമ്മതിക്കാതിരിക്കുകയും അക്കൗണ്ടുകളിൽ സുതാര്യതയില്ലെന്ന് ആരോപിച്ച് വലിയ രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. നിലവിലെ ഈ സാമ്പത്തിക പ്രതിസന്ധികളും ആഭ്യന്തര പ്രശ്നങ്ങളും പഠിച്ച് പരിഹരിക്കുന്നതിനായി 45 ദിവസത്തെ സമയം പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടെങ്കിലും യോഗത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം അംഗങ്ങളും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കി നാണം കെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ വിഭാഗം ഹാളിൽ വെച്ച് തന്നെ ഒപ്പുശേഖരണം നടത്തുകയും വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഒടുവിൽ വോട്ടെടുപ്പിലൂടെ പുറത്താക്കപ്പെടുന്നതിന് മുൻപ് സംഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനായി ശ്വേതാ മേനോന്റെയും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെയും നേതൃത്വത്തിലുള്ള സമിതി കൂട്ടത്തോടെ രാജി പ്രഖ്യാപിച്ച് യോഗത്തിൽ നിന്നും പടിയിറങ്ങുകയായിരുന്നു. രാജിവെച്ച് പുറത്തിറങ്ങിയ ശേഷം വികാരാധീനയായാണ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യമല്ല, മറിച്ച് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് നടക്കുന്നതെന്ന് തുറന്നടിച്ചവർ, താൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക മാത്രമല്ല സംഘടനയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണെന്ന് വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തി. പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് ഇന്ന് തനിക്കും തോന്നിപ്പോകുന്നുവെന്നും കുറ്റാരോപിതരായ ആളുകളുടെ കൈകളിലേക്ക് സംഘടനയെ വീണ്ടും എത്തിക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയാണ് അവിടെ നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. യോഗസ്ഥലത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായും ഒരു ഭാഗത്ത് നടന്നിരുന്ന രജിസ്ട്രേഷനിൽ നിന്നും ആളുകളെ നിർബന്ധിച്ച് അപ്പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പ് ശേഖരിക്കുകയായിരുന്നെന്നും ശ്വേത വ്യക്തമാക്കി. കണക്കുകൾ അവതരിപ്പിക്കാൻ സാധിക്കാത്തതിന് പിന്നാലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയ അവർ മുൻ കമ്മിറ്റിക്കെതിരെയും നിലവിലെ ട്രഷറിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എങ്കിലും സെപ്റ്റംബർ 1-ാം തീയതി മുതലുള്ള തങ്ങളുടെ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം കൃത്യമാണെന്ന് അവകാശപ്പെട്ട ശ്വേത ഇതിനു മുമ്പ് നടൻ ബാബുരാജ് നേതൃത്വം നൽകിയ കമ്മിറ്റിയുടെ കാലത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക കുഴപ്പങ്ങളും ക്രമക്കേടുകളും ഉണ്ടായിരുന്നുവെന്നും സംഘടനയുടെ നാണക്കേടോർത്ത് മാത്രമാണ് ഇതുവരെ ഈ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഇനി തനിക്ക് സംഘടനയിൽ യാതൊരു ഭയവും ഇല്ലെന്നും ഒരു സാധാരണ പൗരയായി കാര്യങ്ങൾ തുറന്നു പറയുമെന്നും വ്യക്തമാക്കിയ ശ്വേത അമ്മയിൽ വെറുമൊരു പാവയായി ഇരുന്നില്ലെങ്കിൽ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അതിന് തന്നെ കിട്ടില്ലെന്നും തുറന്നടിച്ചു. തനിക്കൊരു വ്യക്തിത്വമുണ്ടെന്നും ഇന്നു മുതൽ താൻ അമ്മയിലെ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്ന വനിതാ ഭരണസമിതിയെ പൂർണ്ണമായും തനിച്ചാക്കി കുറ്റാരോപിതർക്ക് ഭരണം തിരിച്ചുപിടിക്കാനുള്ള വഴി ഒരുക്കിക്കൊണ്ടാണ് അമ്മയിലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതെന്ന ആക്ഷേപം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. സൂപ്പർ താരം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിച്ചതായാണ് വിവരമെങ്കിലും സമവായ ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നു. പ്രസിഡന്റിന്റെ കൂട്ടരാജിയും അംഗത്വം ഉപേക്ഷിക്കലും വഴി അമ്മയെന്ന സംഘടന ഇനി എങ്ങോട്ടെന്ന ചോദ്യം സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും ശക്തമായി കഴിഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ തങ്ങളുടെ നിലപാടുമായി രംഗത്തെത്തുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്.